3 മണിക്കൂറുകൾക്ക് ശേഷമാണ് വൈദ്യുതി വിതരണം അവിടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇത് വളരെ ഗൗരവമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് വന്നത്. എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുമെന്നറിയുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സ്മിത, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഈ വകുപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മന്ത്രി തന്നെ പ്രതികരിച്ചത്. ഈ വൈദ്യുതി മുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സമഗ്ര സാങ്കേതിക സമിതിയുടെ അന്വേഷണം, അതാണ് ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചത്. അന്വേഷണം ഇന്നു മുതൽ തുടങ്ങും എന്നുള്ളതാണ്. വിശദമായ ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ വൈദ്യുതി പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ രോഗികളടക്കം ആരോപിക്കുന്ന കാര്യം. അതങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ ദിവസങ്ങളോളം ഇങ്ങനെ ഈ വൈദ്യുതിക്ക് ഒരു മുടക്കം, അതായത് KSEBക്ക് എന്തുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ഈ പവർ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, അതിൽ ഒരു വിശദീകരണം അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ സമിതി അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികത്വമാണ്. ആ സാങ്കേതികത്വം എന്ന് പറയുന്നത് ഇൻഡോർ ട്രാൻസ്ഫോമർ ആയി ബന്ധപ്പെട്ടതാണ്. അതായത് SATക്ക് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്നുമാണ് ഈ പവർ സപ്ലൈ നൽകുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്നും ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പവർ സപ്ലൈ നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തകരാറിലാവുന്നു. അതിനുശേഷം ജനറേറ്റർ കൊണ്ടുവയ്ക്കുന്നു. 2 ദിവസം ജനറേറ്ററിലാണ് SAT ആശുപത്രിയിലെ പല യൂണിറ്റുകളും പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇന്നലെ ജോയിന്റ് ഡയറക്ടർ, ഈ മെഡിക്കൽ കോളേജിന്റെ ജോയിന്റ് ഡയറക്ടർ തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തകരാർ സംഭവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ KSEB ഡയറക്റ്റ് പവർ സപ്ലൈ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വീഴ്ച സംഭവിക്കാൻ അല്ലെങ്കിൽ തകരാർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്നായിരിക്കും ആദ്യം പരിശോധിക്കുക. അതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്ന് ഏത് വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ളതാണ്. ഇന്നലെ ചില ആളുകളൊക്കെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിൽ KSEB 2 ദിവസമായി ഇവിടെ പണി നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായി ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സ്റ്റാഫ് അടക്കം ആ രീതിയിൽ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് KSEBക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെ ഒരു തകരാറ് സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ? അതെന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സമിതി അന്വേഷിക്കും, വിശദമായി അന്വേഷിക്കും. അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്തായാലും നടപടി ഉറപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അത്തരത്തിലൊരു വീഴ്ച, ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്മിത, വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേർന്നത് ഹരികൃഷ്ണനാണ്. ഏതായാലും കൃത്യമായ അന്വേഷണത്തിന് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്.